പരമാത്മനേ നമഃ. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവത നിത്യപാരായണം കടലായി ശ്രീകൃഷ്ണ ഭഗവാന്റെ തിരുസന്നിധിയിൽ ഇന്ന് 10ാമത്തെ അധ്യായത്തിൽ ദശമസ്കന്ധത്തിലെ 81ാമത്തെ അധ്യായം. ഭഗവാൻ കഴിഞ്ഞ അധ്യായത്തിൽ കുചേലൻ സുദാമാവ് ഭഗവാനെ സന്ദർശിക്കാൻ പോകുന്നതും ഭഗവാൻ തൻ്റെ സതീർത്ഥ്യനെ പിടിച്ചിരുത്തി ആനന്ദത്തോടുകൂടി എല്ലാ സ്വീകരണവും നൽകി കഥകൾ പറയുന്നതും ഒക്കെയാണ് കണ്ടത്. ഇപ്പോൾ ഭഗവാൻ എനിക്കൊന്നും നീ കാണാൻ വരുമ്പോൾ കൊണ്ടുവന്നിട്ടില്ലേ എന്ന് ചോദിക്കുകയും എന്നിട്ടും താൻ കൊണ്ടുവന്ന അവിൽ കൊടുക്കാതിരുന്ന കുചേല ബ്രാഹ്മണൻ്റെ കയ്യിൽ നിന്നും അവിൽ പൊതി വാങ്ങുന്നതും അത് ഭക്ഷിച്ച് കുചേലന് സർവ്വ അനുഗ്രഹവും നൽകുന്നതും ഒക്കെയാണ് പാരായണം ചെയ്യുന്നത്. ഭഗവാനെ കാണാൻ പോകുമ്പോൾ എന്തെങ്കിലും ഭഗവാന് എന്ത് സമർപ്പിച്ചാലും ഭഗവാൻ അത് സന്തോഷത്തോടു കൂടി സ്വീകരിക്കും എന്നുകൂടി ഈ അധ്യായത്തിലൂടെ നമുക്ക് പറഞ്ഞു തരികയാണ്. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രീമദ് മഹാഭാഗവത പ്രാർത്ഥനാ ശ്ലോകം. ഓം തത്സത്. സാരസാഗരേ മഗ്നം ദീനം മാം കരുണാനിധേ കർമ്മഗ്രാഹഗൃഹീതാംഗം മാമുദ്ധര ഭവാർണവാത്. ശ്രീമദ്ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണ ഏവ ഹി സ്വീകൃതോസി മയാ നാഥ മുക്ത്യർത്ഥം ഭവസാഗരേ. മനോരഥോ മദീയോയം സഫലഃ സർവദാ ത്വയാ നിർവിഘ്നേനൈവ കർത്തവ്യോ ദാസോഹം തവ കേശവ. ശുഗരൂപ പ്രബോധജ്ഞ സർവശാസ്ത്ര വിശാരദ ഏതത് കഥാ പ്രകാശേന മദജ്ഞാനം വിനാശയ. ദേവദേവ ജഗന്നാഥ പുണ്യശ്രവണ കീർത്തന യദൂത്തമോത്തമ ശ്ലോക നാരായണ നമോസ്തുതേ. ഭവേദാ ഭക്തി പാദയോസ്തവ ജായതേ സദാ കുരുഷ്വ ദേവേശ നാദസ്തം നോ യദ പ്രഭോ. നാമസങ്കീർത്തനം യസ്യ സർവപാപ പ്രണാശനം പ്രണാമോ ദുഃഖശമന തം നമാമി ഹരിം വരം തം നമാമി ഹരിം വരം. ഓം തത്സത്. ശ്രീമദ് ഭാഗവത വന്ദന ശ്ലോകങ്ങൾ. ഓം ജന്മാദസ്യേതോന്മയാദിതരതശ്ചാട്ദേശഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവൈ മുഹ്യന്തി യൽ സൂരയ തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ദാംനാ സേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി സത്യം പരം ധീമഹി. ധർമ്മപ്രോജിത കൈതവോത്ര പരമോ നിർമത്സരാണാം സദാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവതം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിംവാപരീശ്വര സദ്യോ ഹൃദ്യവരുത്തതേ ത്രിപൃഥിവി ശുശ്രൂഷുഭിः തക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം ശുഗമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഘോരസികാ ഭുവി ഭാവുകാ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം പരമാനന്ദമാധവം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം നിത്യപാരായണം. ഇന്ന് ശ്രീകൃഷ്ണന്റെ തൃക്കാൽക്കൽ ദശമസ്കന്ധത്തിലെ 81ാമത്തെ അധ്യായം. കഴിഞ്ഞ അധ്യായത്തിന്റെ തുടർച്ച തന്നെയാണ്. ഭഗവാൻ കുചേല ബ്രാഹ്മണനെ അനുഗ്രഹിക്കുന്ന ഭാഗമാണ് ഇന്ന് പാരായണം ചെയ്യുന്നത്. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഓം തത്സത്. അത ദശമസ്കന്ധ ഏകാശീതിതമോധ്യായഃ. ശ്രീശുക ഉവാച സഹിതം ദ്വിജമുഖ്യേന സഹ സംകഥയൻ ഹരി സർവഭൂതമനോവിജ്ഞ സ്മയമാന ഉവാചതം. നമോ ഭഗവതേ വാസുദേവായ. ബ്രഹ്മണ്യോ ബ്രാഹ്മണം കൃഷ്ണോ ഭഗവാൻ പ്രസൻ പ്രിയം പ്രേംണാ നിരീക്ഷണേനൈവ പ്രശൻ ഖലു സദംഗതി. ശ്രീഭഗവാനുവാച
किमुपायनमानीतं ब्रह्मन्मे भवदागतात् अन्नभ्यो वा कृतं भक्ति प्रेम्णा भूयेव मे भवेद् भूयप्यभक्तोपहृतं न मे तोषाय कल्पते पत्रं पुष्पं फलं तोयं यो मे भक्त्या प्रयच्छति तदहं भक्त्युपा हृदमस्नामि प्रयतात्मना. ഓം ശ്രീകൃഷ്ണായ നമ. ഭഗവാൻ കുചേലൻ തനിക്കൊന്നും നൽകുന്നത് കാണാത്തപ്പോൾ ചോദിക്കുകയാണ്, അവിടുന്ന് എന്നെ കാണാൻ വരുമ്പോൾ എനിക്ക് ഒന്നും കൊണ്ടുവന്നിട്ടില്ലേ എന്ന് ഭഗവാൻ ചോദിക്കുകയാണ്. എനിക്ക് പത്രമായ ഇലയായാലും പൂവായാലും ഫലമായാലും പഴമായാലും വെള്ളമായാലും എന്തായാലും ഭക്തിയോടുകൂടി എനിക്ക് നൽകുന്നത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് എന്ന് ഭഗവാൻ പറയുകയാണ്. ഭഗവത്ഗീതയിൽ നമുക്ക് ഈ ശ്ലോകം കാണാം. ഓം തത്സത് ഇത്യുക്തോ വിദിജസ്തസ്മൈ വ്രീഡിതപദയേ ശ്രിയാം പൃഥുഗപ്സുതിം രാജൻ ന പ്രായച്ഛത വാങ്മുഖ. സർവഭൂതാത്മജൻ സാക്ഷാത് തസ്യാഗമനകാരണം വിജ്ഞായ ചിന്തയന്നായം സൈകാമോ മാം ഭജത്പുരാ. പത്ന്യാപതിവ്രതായാസ്തു സഖാ പ്രിയ ചികീർഷയാ പ്രാപ്തോ മാമസ്യ ദാസ്യാമി സമ്പദോ മത്യദുർലഭ. ഹിതം വിജിന്യ വസന ക്ഷീരഭദ്രാഭിജന്മന സ്വയം ജഹാരക്കിമിദം ഇതി പൃഥുകതണ്ഡുലാ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീ അതായത് ഐശ്വര്യത്തെ കാണിച്ചുകൊണ്ടാണ് തൻ്റെ ഭക്തൻ ഇവിടെ വന്നിരിക്കുന്നത്. ഭാര്യയുടെ നിർബന്ധം കൊണ്ട് വന്നതാണ് എന്നൊക്കെ അറിയാവുന്ന ആ ശ്രീകൃഷ്ണ ഭഗവാൻ കുചേലന്റെ കയ്യിൽ നിന്നും ആ അതിൽ പൊതി പിടിച്ചു വാങ്ങുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് താൻ ഭക്ഷിക്കുന്നു. ഒരു പ്രാവശ്യം ഭക്ഷിച്ച് വീണ്ടും ഭക്ഷിക്കാൻ തുടങ്ങുമ്പോൾ രുക്മിണി ദേവി കൈപിടിച്ച് നിർത്തുകയാണ്. ഭഗവാൻ എത്ര അതിൽ ഭക്ഷിക്കുന്നുവോ അത്രയ്ക്കത്ര ഐശ്വര്യം കുചേല ബ്രാഹ്മണന് ഉണ്ടാകും. അതുകൊണ്ടാണ് അപ്രകാരം ചെയ്തത്. ഓം തത്സത് നന്നേതുപദനീതം മേ പരമപ്രീഡനം സഖേ തർപ്പയന്യംഗമാം വിശ്വം ഏതേ പൃഥുകതുണ്ഡുലാ. ഇതമുഷ്ടിന സഹജഗ്ദാ ദ്വിതീയം ജഗ്ദുമാദദേ താവത് ശ്രീജഗൃഹേ ഹസ്തം തത്പരാ പരമേഷ്ഠിന. ഏതാവതാരം വിശ്വാത്മൻ സർവസമ്പത്സമൃദ്ധയേ അസ്മിൻ ലോകേ തവാമുഷ്മിൻ പുംസസ്തോഷകാരണം ബ്രാഹ്മണസ്ഥാമുഷേത്വാച്യുതമന്ദിരേ ഭക്ത്വാ പീത്വാ സുഖം മേനേ ആത്മാനം സ്വർഗതം യഥാ. ആ ദിവസം ഭഗവാന്റെ സന്നിധിയിൽ സുഖമായി ഭക്ഷിച്ച് കുടിച്ച് ഉറങ്ങി താമസിച്ചു. അടുത്ത ദിവസം പുറപ്പെടുകയാണ്. താൻ ഭഗവാനോട് ഒന്നും ചോദിച്ചല്ലോ എന്നുള്ള കുറ്റബോധത്തോടു കൂടിയും അതേസമയം ഭഗവാനെ കണ്ടല്ലോ എന്നുള്ള സന്തോഷത്തോടു കൂടിയും യാത്രയാവുകയാണ് കുചേല ബ്രാഹ്മണൻ. ഓം തത്സത് ശോഭൂതേ ഇഷ്യഭാവേന സുസുഗോനാഭിവന്ദിത ജഗാമസ്വാലയം താത പത്യനുവൃജ്യ നന്ദിത. സ ചാലബ്ധ്വാ ധനം കൃഷ്ണാന്ന യാജിതവാൻ സ്വയം സ്വഗൃഹാൻ പ്രീണിതോ ഗച്ഛൻ മഹദ്ദർശന നിർവൃത. അഹോ ബ്രഹ്മണ്യദേവസ്യ ദൃഷ്ടാ ബ്രഹ്മണ്യതാമയാ യദ്ദരിദ്രതമോ ലക്ഷ്മി ആശ്ലിഷ്ടോ ഗൗരസി. വാഹം ദരിദ്ര പാപേയാൻ കൃഷ്ണ ശ്രീനികേതന ബ്രഹ്മണന്ധൂരിതി സ്മാഹം ബാഹുഭ്യ പരിരംഭിതാം. താൻ എവിടെ നിൽക്കുന്നു, ഇത്രയും ദരിദ്രനായിട്ടുള്ള എന്നെ ഭഗവാൻ ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ എന്നൊക്കെ ഓർത്തുകൊണ്ട് ആ ബ്രാഹ്മണൻ പരവശനാവുകയാണ്. ആ ഭഗവാന്റെ ചിന്തകളും പ്രവൃത്തികളും ആർക്കും നിർവചിക്കാൻ സാധിക്കുകയില്ല എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തൻ്റെ ഗൃഹത്തിലേക്ക് തിരിച്ചു പോവുകയാണ് ബ്രാഹ്മണൻ. ഓം തത്സത് ക്വാഹം നിവാസിത പ്രിയാജുഷ്ടേ പര്യങ്കേ ഭ്രാതരോ യഥാ മഹിഷ്യാവിജിതശ്രാന്തോ വാലവ്യജനഹസ്തയാ. ശുശ്രൂഷയാ പരമയാ പാദസംഭാവനാദിഭിः പൂജിതോ ദേവദേവേന വിപ്രദേവേന ദേവവത്. സർഗാപവർഗയോ പുംസാം രസായാം ഭുവി സമ്പദാം സർവാസാമപി സിദ്ധീനാം മൂലം ദച്ചരണാർച്ചനം. അധയോനം ധനം പ്രാപ്യ മധ്യാനുചേർണമാം സ്മരേത് ഇതി കാരുണികോ നൂനം ധനമേ ഭൂരിനാദദാത്.
ഓം ശ്രീകൃഷ്ണായ നമ. ധനം തന്നാൽ തൻ്റെ ഭക്തി ഇല്ലാതായി പോകുമോ എന്ന് കരുതിയിട്ടായിരിക്കാം ഭഗവാൻ തനിക്ക് ധനം നൽകാതിരുന്നത് എന്ന് ആശ്വസിക്കുകയാണ് അദ്ദേഹം. ഇതിത്തച്ചിന്തയന്നന്ദ പ്രാപ്തോ നിജഗൃഹാന്തിക സൂര്യാനലേന്ദു സാങ്കാശിർ ഹിമാനി സർവതോവൃതം. വിചിത്രോപവനോദ്യാനെ കൂജദ്വിജകുലാകുലേ വത്ഫുല്ലകുമുദാംബോജ കൽഹാരോ തത്പവാരിഭി. ദുഷ്ടം സ്വലംകൃതൈ പുംഭി സ്ത്രീഭിശ്ച ഹിരണാക്ഷിഭിः കിമിദം കസ്യ വാസ്ഥാനം കഥം തദിദമിത്യഭൂത്. एवं इमं समानं तं नरा नार्यो मरप्रभा प्रत्यगृह्णन् महाभागं गीतवाद्येन भूयसा. തന്റെ ഗൃഹത്തിന്റെ സ്ഥലത്ത് അതിഗംഭീരമായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാന്റെ മന്ദിരം പോലുള്ള മന്ദിരവും ഉദ്യാനവും മറ്റുള്ളതും ഒക്കെ കണ്ട് ആശ്ചര്യപ്പെടുകയാണ്. തനിക്ക് സ്ഥലം മാറിപ്പോയോ എന്ന് ചിന്തിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ വന്ന് അദ്ദേഹത്തെ സ്വീകരിക്കുന്നതും അദ്ദേഹം ഭഗവാനെ വന്ദിച്ചുകൊണ്ട് തന്നെ ഭഗവാനെ തന്നെ ചിന്തിച്ചുകൊണ്ട് ഈ ഐശ്വര്യത്തിൽ അഹങ്കരിക്കാതെ സർവദാ പണ്ട് എപ്പോഴും എങ്ങനെയുണ്ടായിരുന്നു അതുപോലെ ജീവിച്ച് മുക്തിയടയുകയും ചെയ്യുന്ന ഭാഗമാണ് പാരായണം ചെയ്യാനുള്ളത്. ഓം തത്സത് പതിമാഗതമാകർണ്യ പത്യുദർശാദിസംഭ്രമാ നിശ്ചക്രാമഗൃഹാപൂർണം രൂപിണീ ശ്രീദിവാലയാ. പതിം വ്രത പതിം ദൃഷ്ട പ്രേമോത്കണ്ഠസ്വലോചന മീലിതാക്ഷണമദ്ഭുത്യ മനസാ പരിഷസ്വജേ. പത്നീം വീക്ഷ്യ വിസ്ഫുരന്തീം ദേവീം വൈമാനികീമിവ ദാസീനാം നിഷ്കണ്ഠീനാം മധ്യേ വാന്ദീം സവിസ്മിതാ. प्रेतस्वयं दया युक्ता प्रविष्टो निजमन्दिरं मणिस्तम्भसदोपेदं महेन्द्रभवनं यथा. ഭയഫേന നിവാസയ്യ ഗാന്ധാരുക്മപരിച്ഛദ പര്യങ്കാ ഹേമദണ്ഡാനി ചാമരവ്യജനാനി ച. ആസനാനി ച ഹൈമാനി മൃദുവിസ്തരണാനി ച മുക്താദാമ വിളംബിനി വിധാനാനി ദ്വിമന്തി ച. സ്വച്ഛസ്ഫടികകുണ്ഡേഷു മഹാമാരകദേഷു ച രത്നദീപാഭ്രാം രാജമാന ലഗ്നാരത്നസംയുതാ. विलोक्य ब्राह्मणस्तत्र समृद्धिं सर्वसम्पदां तर्कयामास निर्विग्रा स्वसमृद्धिमहैतुः. ആ ബ്രാഹ്മണന്റെ മന്ദിരം എത്രയ്ക്കും മനോഹരമാണ് എന്നാണ് കഴിഞ്ഞ 3-4 ശ്ലോകങ്ങളിലായിട്ട് വർണ്ണിച്ചത്. നൂനം ബദൈതന്മമ ദുർഭഗസ്യ ശശ്വദരിദ്രസ്യ സമൃദ്ധിഹേതു മഹാവിഭൂതിരവലോകനോന്യോ നൈവോപപദ്ധ്യേത യദുത്തമസ്യ. നന്യബ്രുവാണോ ദിശതേ സമക്ഷം യാജിഷ്ണവേ ഭൂരപി ഭൂരിഭോജ പർജന്യവത്ത് സ്വയമീക്ഷമാണോ ദാസാഹ കാണ ഉഷഭസ്സഖാമേ. കിഞ്ചിത് കരോത്യുർവപി യത്സദത്വം സുഹൃത്കൃതം ഫൽഗ്വപി ഭൂരികാരി മയോപനീതാം ഋതുകൈകമുഷ്ടിം പ്രത്യഗ്രഹീത് പ്രീതിയുതോ മഹാത്മാ. तस्यैव मे സൗദസൗഖ്യമൈത്രീ ശംഭുനർജന്മനി ജന്മനി സ്യാത് മഹാനുഭാവേന കുലാലയേന വിഷജ്ജതസ്തത്പുരുഷപ്രസംഗ. തസ്യൈവ മേ സൗഖ്യമൈത്രീ ദാസ്യം പുനർജന്മനി ജന്മനി സ്യാത് മഹാനുഭാവേന കുണാലയേന വിഷജ്ജതസ്തത്പുരുഷപ്രസംഗ. കുചേലൻ പറയുകയാണ്, ജന്മജന്മാന്തരമായിട്ട് ഈ ഭഗവാനോടുള്ള ഭക്തി ഉണ്ടാകണം. അതുമാത്രമാണ് തനിക്ക് വേണ്ടത്. ഈ ഐശ്വര്യമൊന്നും തനിക്ക് വേണ്ട. തനിക്ക് ആ ഭഗവാനോടുള്ള ആ സ്നേഹം മാത്രം മതി എന്ന് പറയുകയാണ്. ഭക്തായി ചിത്ര ഭഗവാൻ ഹി സമ്പദോ രാജ്യം വിഭൂതി ന സമർപ്പയത്യജ അധികബോധായ വിചക്ഷണ സ്വയം പശ്യന്നിപാദം ധരിനാം മതോദ്ഭവം. ഇത്തം വിവസിതോ ബുദ്ധ്യാ ഭക്തോ ദീവജനാർദ്ദനെ വിഷയാഞ്ജായയാത്യക്ഷൻ കുജേനാദിലംബടാ. തസ്യ ദേവദേവസ്യ ഹരേ യജ്ഞപദേ പ്രഭോ ബ്രാഹ്മണാ പ്രഭവോ ദൈവം ന ദേവ്യോ വിദ്യതേ പരം. ഏവം സ വിപ്രോ ഭഗവത് സുഹൃത്തദാ ദൃഷ്ട്വാ സുഹൃത്തേരജിതം പരാജിതം തദ്ധ്യാനവേഗോർഗാത്മബന്ധന തദ്ധാമദേവേ സദാംഗതി. ഏതദ് ബ്രാഹ്മണദേവസ്യ ശ്രുത്വാ ബ്രഹ്മണ്യതാം നരാ ലബ്ധഭാവോ ഭഗവതി കർമ്മബന്ധാത് വിമുച്യതേ. ഓം തത്സത്.
इति श्रीमद्भागवते महापुराणे पारमहंस्य संहितायाम् उत्तरार्धे पृथुवाक्यानं नाम 81तमोऽध्यायः। सर्वत्र गोविन्दनाम संकीर्तनं गोविन्द गोविन्द। ओम नमो भगवते वासुदेवाय। ओम ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഭഗവാന്റെ അതിമഹത്തായ കുചേലോപാഖ്യാനം എന്നറിയപ്പെടുന്ന എല്ലായിടത്തും വർണ്ണിക്കപ്പെടുന്ന 2 അധ്യായങ്ങളാണ് ഇപ്പോൾ പാരായണം ചെയ്ത് ഭഗവാൻ സമർപ്പിച്ചത്. എല്ലാവരുടെയും നന്മയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് ഭാഗവത കീർത്തനം. ഓം തത്സത്. ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത. ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത. കിങ്കിണി പദകമല കൃഷ്ണ കങ്കണ കരയുകള കുങ്കുമ പങ്കില വക്ഷസ്ഥലവര കുവരദളനീല ദേവാ ജയ ജയ ഭാഗവത. ഗവിനവനീതഹര കൃഷ്ണ തരുണീ ചിത്തഹര ജയ പാലയ ദാമോദര തുളസീദാമധര ദേവാ ജയ ജയ ഭാഗവത. ഗോവർദ്ധന ധരണ കൃഷ്ണ ഗോപീജനരമണ കോമള പല്ലവ സുന്ദര ചരണ കോകില മൃദുവചന ദേവാ ജയ ജയ ഭാഗവത. നന്ദകുമാര ഹരേ കൃഷ്ണ നാരദ ഗീത ഗുണ നാരായണ വര ഭട്ട നിരീഗിത സ്തുതിവര ശുഭ ഫലദ ദേവാ ജയ ജയ ഭാഗവത. പൂദാന പ്രിയ ഹേ കൃഷ്ണ വൃന്ദാവന രസിക പ്രേമിക ഭാവുക മണ്ഡല പൂജിത പാദ സരോജയുഗ ദേവാ ജയ ജയ ഭാഗവത. ജയ ജഗദീശ ഹരേ കൃഷ്ണ ജയ ജഗദീശ ഹരേ ജയ ഗുരുമാരുത മന്ദിരനാഥ ജയ ജഗദീശ ഹരേ ദേവാ ജയ ജയ ഭാഗവത. ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത. ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത. ദേവാ ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഇന്നത്തെ ഭാഗവത പാരായണം സമർപ്പിക്കുന്നു ശ്രീ ശങ്കരാചാര്യ വിരചിത വിഷ്ണു ഭുജംഗ പ്രയാഗത്തോടും. ഓം തത്സത്. ഇദം സംവിദം നിർമ്മലം നിർവികൽപം നിരീഹം നിരാകാരമോങ്കാരഗമ്യം ഗുണാതീതമവ്യക്തമേകം തുരീയം പരം ബ്രഹ്മയം വേദ തസ്മൈ നമസ്തേ. വിശുദ്ധം ശിവം ശാന്തമാദ്യന്തശൂന്യം ജഗജ്ജീവനം ജ്യോതിരാനന്ദരൂപം അവിദ്വേഷകാലവ്യവച്ഛേദനീ